അച്ഛനെ പറഞ്ഞു എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞ അച്ഛനെ പറ്റി ഞാൻ കരഞ്ഞത്. അമ്മയെ വേണ്ടടി, അമ്മേനെ വേണ്ട, ഞാനും പോടും, നീ മക്കളെ നോക്കിക്കൊണ്ടും പറഞ്ഞുള്ള ഇതായിരുന്നു. എൻ്റെ അവൻ കാല് തട്ടിയപ്പോഴും അച്ഛൻ കഴുത്ത് പിടിച്ച് വെക്കണമെന്നാണ് വിചാരിച്ചത്. അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ അവൻ മാറ്റിയതെന്ന് അവൻ പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു അമ്മേനെ അപ്പോഴും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ അമ്മേനെ ഞാൻ പിടിച്ച് അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് മാറ്റിയതേന്ന് പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ സമയത്ത് കാണുന്ന കാഴ്ച. അപ്പോഴാ വിറയതുകൊണ്ട് നമ്മൾ കളത് വിളിയെല്ലായിരുന്നപ്പോഴേക്കും ഉമ്മീനെ വിളിച്ചുകൊണ്ട് അനിയൻ വന്നു. അപ്പോഴേക്കും അച്ഛൻ ആ ബാത്റൂമിൽ പോയി കൈയ്യെഴുത്ത് അച്ഛൻ ഓടി. അനി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വരൂലെന്ന് പറഞ്ഞ് പോയി. ഇയാളെ കൂടെ ഉമ്മ പോയപ്പോൾ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് ഇളയ അനിയത്തിയല്ലേ? അപ്പോൾ അനിയത്തിനോട് ഇപ്പൊ സംസാരിച്ചിരുന്നോ? അവള് കുഞ്ഞെന്താ പറയുന്നത്? ശരിക്കും അവിടുന്ന് എന്താ സംഭവിച്ചത്? എന്തെങ്കിലും പറഞ്ഞതായിട്ടോ? അവളടുത്ത് നമ്മൾ ചോദിച്ചു. അവള് വീട്ടിൽ വരുന്നതിന് മുന്നേ ആശുപത്രി പോയപ്പോൾ ഞാൻ പയ്യെ ചോദിച്ചായിരുന്നു എങ്ങനെ അമ്മ പോയപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാവിലെ അവളങ്ങനെ വിളിച്ച് ഉണർത്താൻ സാധ്യതയില്ല. അപ്പം ഡൗട്ടായി. അമ്മ മണിക്കൂറും വിളിച്ചോണ്ടായതാണ് മനസ്സിലായി. അപ്പം ഇവളെ വിളിച്ചുണർത്തിട്ട് ചോദിച്ച് നീ എൻ്റെ കൂടെ വരണമെന്ന് ചോദിച്ചപ്പം അവൾക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ ഇവിടെ വേണോ വരാമെന്ന് ഒന്നും പറഞ്ഞില്ല. ഇവിടെ വേണോ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അമ്മ ചേച്ചി ഇത് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പറയാതെ അവൾ ഇറങ്ങിപ്പോയപ്പോഴാണ് ഒരു ബൈക്കിൽ ഒരാളെ കൂടെ പോയി. അവിടെ നിന്ന് അങ്ങനെ പെട്രോൾ അടിച്ച് നേരെ ബസ്സിൽ കയറി അങ്ങനെയാണ് പോയി ചെന്നൈ വരെ പോയെന്നാണ് പറഞ്ഞത്. ചെന്നൈയിൽ നിന്ന് ഒരു റൂം എടുത്ത് ഉറങ്ങിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഉറങ്ങിയിട്ട് അവിടെ നിന്ന് പോലീസ് വിളിച്ചപ്പോഴാണ് തിരിച്ചു വന്ന് വീട്ടിൽ പോവാനാണ് ഇരുന്നത് എന്നാണ് അവൾ പറഞ്ഞത്. അതിൽ കൂടുതൽ അവൾക്ക് നിർബന്ധിക്കാനും അവൾക്ക് സംസാരിക്കാനും പറ്റില്ല. അവൾക്ക് പെട്ടെന്ന് മെൻ്റലി പെട്ടെന്ന് അമ്മേനെ ഓർക്കുമ്പോൾ അവൾ കരയുന്നുണ്ട്. നമുക്കൊന്നും ഞാൻ പറയാനും പറ്റില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആ ചേട്ടൻ്റെ കൂടെയാണ് അവൾ സന്തോഷമായിട്ടായിരിക്കുന്നത്. ആ ചേട്ടനടുത്ത് അങ്ങനെ ഇപ്പം ഇന്നലെ വഴക്കൊക്കെ ആയതുകൊണ്ട് ആ ചേട്ടന് പോകണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും വഴക്കുറവ്. ആ ചേട്ടന് ജോലിയൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റില്ല, അവരെ കൂടെ പോകാൻ പറ്റില്ല, അതൊക്കെ ബന്ധുക്കളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവൾ ആ ഇതിലൊക്കെ നിൽക്കുകയാണ്. അപ്പം ആൾക്കാരൊക്കെ വരുമ്പോഴേ അവരുടെ അടുത്ത് ആരും പോകില്ല, എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ. പിന്നെ അവൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം അവൾ പോകുന്നത്. അടുത്ത് ഒരാളുടെ അടുത്ത് പോകുന്നത്. അതേപോലെ പരിചയമുള്ള അവൾക്ക് നല്ല അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് അവൾ പോകുന്നു, അല്ലെങ്കിൽ അവൾ പോവില്ല. മോള് സംഭവം എങ്ങനെ അറിയുന്നത്? രാവിലെ അമ്മ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അത് നമ്മൾ രാത്രി 4 മണിക്കായപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു. പിന്നെ മുറിയിൽ വന്നായിരുന്നു. മുറിയിൽ വന്നപ്പോഴേ സംസാരിച്ച് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് അച്ഛൻ രാത്രി ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ പെട്ടെന്ന് എത്തിയപ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്ന് എൻ്റെ അവൻ തളർന്നാണ്, അവൻ വയ്യാതെ ഇരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ഇതിൽ അവന് തലകോടി ഇങ്ങനെ സംസാരിക്കുന്നു. പിന്നെ അച്ഛൻ ഉറങ്ങില്ല. അച്ഛന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ല മക്കളെ ഞാൻ അങ്ങനെ ഉറങ്ങണം. അമ്മ മിണ്ടിയില്ല. അമ്മ അവൻ്റെ അടുത്ത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ എന്ത് ചെയ്യാൻ പറ്റും അച്ഛ, നമുക്ക് പറയാനല്ലേ അറിയാം, അമ്മ കേട്ടാലല്ലേ എന്ന് പറഞ്ഞു. അമ്മ മിണ്ടുമായിരിക്കും, ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ എന്തിനച്ഛാ വാല് തുറന്നിട്ടത്, അമ്മ കാണൂല, അമ്മയ്ക്ക് ദേഷ്യമാണെന്ന് അറിഞ്ഞത്. അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കരുതെന്ന് പറയണം, എൻ്റെ മുന്നിൽ വന്ന് അലക്കില്ലെന്ന് പറയണം, ഇങ്ങനെ അങ്ങോട്ട് നടക്കരുതെന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വിലക്കിയിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ എന്തിനാ അച്ഛാ വാല് തുറന്നിട്ട്, അമ്മ കാണൂലെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ വന്നപ്പോൾ അവിടെ കസേര ഉണ്ടായിരുന്നു, നമ്മൾ കട്ടിൻ്റെ അവിടെ കസേര. അപ്പോൾ കഥ ഒത്തിരി ചാരിന്ന് പറഞ്ഞ് കുറ്റിയുണ്ടായിരുന്നു. ചാരി അച്ഛവിടെ ഇരുന്നത് അമ്മ ഓടി വന്ന് എന്നെ അച്ഛനെ വെച്ച് പറഞ്ഞു. പെട്ടെന്ന് അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതായിപ്പോയി. അച്ഛൻ പിന്നെ ഒന്നും കേൾക്കാതെ അച്ഛൻ വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അടുക്കളയിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്നിട്ട്, എന്നിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ വന്ന് അമ്മ അടിച്ചിട്ട് എന്നെ ഇവിടെ കട്ടിൽ തള്ളിയിട്ട് അടിച്ച് അവിടെ എൻ്റെ അനിയെ നെട്ടിയണിയിട്ടപ്പോൾ സ്പ്രേ ബോട്ടിൽ എടുത്ത് എറിയാൻ വേണ്ടി അമ്മ നിൽക്കുന്നത്. അപ്പോഴും അവിടെ വെച്ചിട്ടാണ് അമ്മ നേരെ ഓടി മേളിലോട്ട്. എൻ്റെ മൂത്താവ് അവിടെ കട്ടിലുണ്ട്, അല്ലാതെ നെട്ട കിടക്കുകയായിരുന്നു. അവിടെ താഴെ കിടക്കുക. അമ്മ മേളിൽ അവനെ അനക്കാതെ മേളിൽ കിടക്കുകയായിരുന്നു. അവന് ഇവിടെ കിടക്കടാ സമയത്ത് അച്ഛൻ ചോദിച്ച് എന്ത് വെച്ച് വെക്കണോ ചോദിച്ചു. അച്ഛൻ വീട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ റെക്കോർഡൊക്കെ ഞാൻ കേൾപ്പിച്ചോട്ടെ,
അച്ഛൻ ഇതും കൂടെ കേട്ടപ്പോൾ അച്ഛനെല്ലാം പോയി ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഇങ്ങനെ നിന്ന് സംസാരിച്ച് എന്നിട്ട് പിന്നെ ഞാൻ അച്ഛൻ മേളിൽ കയറി പോയി. വെളിയിൽ എന്തെങ്കിലും സംസാരിക്കും, അവനെ വല്ല വിളിച്ചു വരുത്താനാണോ എന്ന് തോന്നുന്നത്. അപ്പോൾ നോക്കിയിട്ടെന്ന് പറഞ്ഞ് മേളിൽ കയറി കൂട്ടിയിരിക്കുന്നതുകൊണ്ട് മേളിൽ കയറിപ്പോയി. മേളിൽ കയറിപ്പോയി അവിടെ നിന്നപ്പോഴേക്കും ഇവിടെ ഞാൻ ഉമ്മി കിടക്കുകയായിരുന്നു. അനിയത്തി ഇവിടെ കിടക്കുകയായിരുന്നു. അവരെല്ലാവരും എണീറ്റപ്പോൾ ഞാൻ സംസാരിച്ചു, ഉമ്മി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയാമോ, ഒരു മോളെടുത്ത് അച്ഛനെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു. അപ്പോഴച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ശബ്ദം കൂടി മേളിലൊക്കെ കേൾക്കുന്നു, അപ്പുറത്തിപ്പുറത്തായിട്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാണടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അച്ഛപ്പയ്യ പറയാം. അന്ന് ഞാൻ വീണ്ടും ശബ്ദം കൂടിയിട്ട് വീണ്ടും വിളിച്ചു. അതേപോലെ വീണ്ടും ശബ്ദം കൂടിയിട്ട് അടുപ്പിച്ച് 3 വട്ടം വിളിച്ച് ഇത് 10 ഇത്ര മിനിറ്റ് ആയപ്പോഴേക്ക് മേളിലൊരു ശബ്ദം കേട്ട് നമ്മൾ ഓടിപ്പോയപ്പോൾ ലൈറ്റിട്ട കാഴ്ചയെന്ന് പറഞ്ഞു. അമ്മേന്ന് വെച്ചാൽ കുട്ടികള കാഴ്ചയുണ്ട്. എൻ്റെ അവൻ കാല് തട്ടിയപ്പോഴും അച്ഛൻ കഴുത്ത് പിടിച്ച് വെക്കണമെന്ന് വിചാരിച്ചത്. അറിഞ്ഞില്ല. അറിഞ്ഞ ഉടനെ അവൻ മാറ്റിയതെന്ന് അവൻ പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞു അമ്മേനെ അപ്പോഴും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ അമ്മേനെ ഞാൻ അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് മാറ്റിയതേ എന്ന് പറഞ്ഞു. ഇരുട്ടത്തായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആ സമയത്ത് കാണുന്ന കാഴ്ച. അപ്പോഴാ വിറയതുകൊണ്ട് നമ്മൾ കളത് വിളിയല്ലായിരുന്നപ്പോഴേക്കും ഉമ്മീനെ വിളിച്ചുകൊണ്ട് അനിയൻ വന്നു. അപ്പോഴേക്കും അച്ഛൻ ആ ബാത്റൂമിൽ പോയി കൈയ്യടിയിട്ട് അച്ഛൻ ഓടി. എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വരൂലെന്ന് പറഞ്ഞ് പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ച്. അച്ഛനെ പറഞ്ഞു എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞ് അച്ഛനടുത്ത് ഞാൻ കരഞ്ഞത്. അമ്മയെ വേണ്ടടി, അമ്മേനെ വേണ്ട, ഞാനും പോടും, നീ മക്കളെ വേണ്ടിക്കൊണ്ട് പറഞ്ഞുള്ള ഇതായിരുന്നു. ഞാൻ എന്ത് അറിഞ്ഞൂടാതെ ഞാനിങ്ങനെ പറഞ്ഞത്. അച്ഛനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ കോള് കട്ട് ചെയ്തു. പക്ഷെ പോലീസിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ കോള് കട്ടാക്കില്ല, തോത്ത് നിർത്തിക്കാനില്ല. അമ്മ ഒരു വാക്ക് കേട്ടിരുന്നത് ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നാന്ന് പറഞ്ഞ് നമ്മൾ കരയോട് വലിയ കരച്ചിലായിരുന്നു. അപ്പുറത്തിപ്പുറത്ത് ആരും കേട്ടില്ലാതെ അപ്പുറത്തെ ആൾക്കാർ പറഞ്ഞു ഇതും ഒരു വാക്കിക്കൊണ്ട് വെളിയിൽ വന്നു. നമ്മൾ ഈ വിറയില് നമ്മളെങ്ങനെ താഴെ ഇറങ്ങി കഴിയുന്നുള്ളതിലായിരുന്നു. അമ്മേനെ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എടുത്തോണ്ട് പോയാലും, വണ്ടി ഉണ്ട് അതിൽ പോയാല്. അങ്ങനെ എന്തെന്നൊക്കെ ആലോചിച്ചൊക്കെ ഞാൻ എന്തെന്നറിയാം. അങ്ങനെ പോലീസ് വിളിച്ചിട്ട് പോലീസ് ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ അവിടെ വെളിയിൽ കസാരിട്ടിൽ ഇവരിരിക്കും, അനങ്ങാൻ പറ്റാനുള്ള അവർ ചോദിക്കുന്നതിനുള്ള മാത്രം മറുപടിയാണ് പോലീസിനെ വിളിച്ചു പറഞ്ഞത്. ഞാനാ വിളിച്ചു പറഞ്ഞത്. അവർ പോലീസ് എത്തിയിട്ട് ആംബുലൻസ് എത്തിയില്ല. ആംബുലൻസ് പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പെട്ടെടുക്കണം നമ്മൾ പയ്യാണ്. അപ്പോഴേ പോലീസ് വന്ന് പോലീസിൻ്റെ അരമണിക്കൂർ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം എടുത്തിട്ട് പോയിട്ട് ആംബുലൻസ് വന്നപ്പോൾ അമ്മേനെ എടുത്തോണ്ട് പോയപ്പോഴേ ഞാൻ കണ്ടത്. പോയത് ഞാൻ കണ്ടത്. അങ്ങനെ ഇപ്പോൾ പറയണത് അവിടെ എത്തിയപ്പോഴേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് മരിച്ചത്. അതെന്ന് പറഞ്ഞത്. പക്ഷേ അമ്മയുടെ കൈയൊന്നും അനക്കില്ല. അമ്മയുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കിടക്കണം. അമ്മ വായും തുറന്നാണ് കിടന്നത്, കണ്ണ് മുകളിലോട്ട്. അത് കാണുമ്പോഴാണ് അമ്മ പോയത്. അത്രയ്ക്ക് ആഴത്തിൽ മുറിവില്ലായിരുന്നു. ചോര പുഴുങ്ങിയതൊക്കെ നമ്മളെല്ലാവരും കണ്ണിലും ഇതിലെല്ലാം കണ്ടത്. അത് ഷോക്ക് വിട്ട് ഇതൊക്കെ എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറയാൻ അതൊരു പറ്റില്ലായിരുന്നു. എല്ലാവരും മതി, എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അത് ചോദിച്ചു, ഇത് ചോദിച്ചു. നമ്മളാരും ആരുടെ പറഞ്ഞില്ല. പിന്നെ പരിചയമുള്ള ആൾക്കാർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലായി. പിന്നെ അവിടെ നിന്നൊക്കെ കേട്ടിട്ടാണ് അവിടെ വാർത്തയിലാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്തു അങ്ങനെ മറിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളതായിരുന്നു. നമുക്ക് ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ സഹിക്കാൻ പറ്റണില്ല. നമ്മൾ ഈ വാർത്തയിൽ ഇതെന്തൊക്കെയാണ് അമ്മേനെ കുറിച്ച് പറയണം, അച്ഛനെ കുറിച്ച് പറയണം എന്തൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ ആയിരുന്നു. അച്ഛനും അമ്മയും ലിവിങ് ടുഗദറായിരുന്നു എന്നൊക്കെ. ലിവിങ് ടുഗദറായിരുന്നെങ്കിൽ നമ്മളെ കുട്ടികളൊന്നും വേണ്ടല്ലോ. അത് ഇങ്ങനെയൊക്കെ പറയേണ്ട എല്ലാ ആവശ്യമുണ്ട്. മനസ്സിലൊക്കെ നമ്മളെന്തൊരു ചെയ്യണമെന്നാലോചിച്ചാൽ നമ്മളിങ്ങനെയൊക്കെ വന്ന് ഇരിക്കുകയും പറയും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ബന്ധുക്കളൊക്കെ വന്ന് പോട്ട് മക്കളെ ഇങ്ങോട്ട് നീ ഇവർക്ക് താങ്ങാൻ നീ കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതായി പോവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കരയാതെ നിന്ന് എല്ലാവരും ചെയ്യും, ഞാൻ കരയാതിരിക്കുന്നു. എൻ്റെ അനിയത്തി ഞാൻ കരയുടെ കണ്ടിട്ട് എൻ്റെ അനിയത്തി ഇരുന്ന് പൊട്ടിക്കരച്ചിരുന്നു. ഞാൻ കരയാതെ ഉണ്ടാകാതെ അവിടെയൊക്കെ കയറിയിരിക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും മുഖത്ത് കള്ളച്ചിരിയിൽ മനസ്സിൽ കരച്ചിലാണ് പോയി. ഞാൻ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് അങ്ങോട്ടങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല. എന്നാൽ അവനെ വെറുതെ വിടന്നു.
അവനെ ഒരിക്കലും വെറുതെ വിടരുത്. പോലീസ് വന്നാലും ഞാൻ പറയും അവനെ വെറുതെ വിടല്ലെന്ന് ഞാൻ പറയും.